ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്കായി ശാസ്ത്രീയ പരിശോധനാ ഫലം. റിപ്പോർട്ടടക്കം പുറത്തുവിട്ട ശബ്ദരേഖകൾ രാഹുലും അതിജീവിതയും തമ്മിലുള്ളത് തന്നെയാണെന്ന് തെളിഞ്ഞു. ശബ്ദരേഖയിൽ കൃത്രിമം നടന്നിട്ടില്ല എന്നും SIT കണ്ടെത്തിയിരിക്കുന്നു. ഡബ്ബിംഗ് AI സാധ്യതകൾ തള്ളാമെന്നാണ് നിഗമനം. ഹരി മോഹൻ വിവരങ്ങളുമായി. ഹരി, ഇപ്പോൾ ശാസ്ത്രീയ പരിശോധനയിൽ തെളിഞ്ഞതെന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിന് കുരുക്കാകുന്ന ഫലം തന്നെയാണ് അതെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഈ ശബ്ദരേഖയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നേരത്തെ തന്നെ ചില ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ചില കോൺഗ്രസ് നേതാക്കൾ തന്നെ അത് AI ആണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് എന്നതടക്കമുള്ള ആരോപണങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. പക്ഷേ അതിൻ്റെ പരിശോധന ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ആദ്യോളം പൂർത്തിയായിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് യുവതി പോലീസിന് കൈമാറിയ പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറിയിട്ടുള്ള ശബ്ദരേഖകളിൽ പാതിയോളം ശബ്ദരേഖകളുടെയും ശാസ്ത്രീയ പരിശോധന പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ശാസ്ത്രീയ പരിശോധന ഫലമനുസരിച്ചുകൊണ്ട് അത് ഇരുവരുടെയും, അതായത് രാഹുലിൻ്റെതും യുവതിയുടേതുമാണ് എന്നുള്ള ഒരു സ്ഥിരീകരണത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ രാഹുലിൻ്റെ പബ്ലിക് ഡൊമൈനിലുള്ള ശബ്ദം എടുത്തുകൊണ്ടാണ് ഇത് പരിശോധിച്ചിട്ടുള്ളത്. അതിൽ നിന്നാണ് അത് രാഹുലിൻ്റെ തന്നെയാണ് എന്നുള്ള കാര്യം ഉറപ്പുവരുത്തിയിരിക്കുന്നത്. യുടെ ശബ്ദ സാമ്പിൾ നേരത്തെ തന്നെ ശേഖരിക്കുകയും ആ ശബ്ദ സാമ്പിൾ ഇതിനോട് മാച്ച് ആവുകയും ചെയ്തിരുന്നു. അപ്പോൾ അക്കാര്യത്തിൽ ഒരു ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ രണ്ടാം ഘട്ട പരിശോധന എന്നുള്ളത് മാത്രമാണ് മുൻപിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അതായത് രണ്ടാം ഘട്ടം എന്ന് പറയുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കസ്റ്റഡിയിൽ ലഭിക്കുന്നു. അതിനുശേഷം രാഹുലിൻ്റെ ശബ്ദ സാമ്പിൾ ശേഖരിക്കുന്നു. അത് വെച്ച് ഒരിക്കൽ കൂടി പരിശോധന നടത്തി നോക്കും. ഇപ്പോൾ നിലവിൽ പ്രാഥമിക പരിശോധനാ ഫലം അനുകൂലമാണ്. അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ച് രാഹുലിന് എതിരാവുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും പ്രധാനപ്പെട്ട തെളിവ് തന്നെയായി അത് മാറുന്നു എന്നുള്ളതാണ്. അതായത് ഗർഭചിത്രത്തിന് മരുന്ന് കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് രാഹുൽ നിർബന്ധിക്കുന്നതും ഒപ്പം തന്നെ ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട രാഹുലിന്റെ കുറ്റകൃത്യം തെളിയിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും നിർണായകമായിട്ടുള്ള തെളിവ് തന്നെയായിട്ടാണ് അന്വേഷണ സംഘം ഇതിനെ കാണുന്നത് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ രണ്ടാം ഘട്ടം, അതായത് ഈ മറ്റ് ശബ്ദ രേഖകളുടെ പരിശോധന കൂടി ഇന്ന് പൂർത്തിയാകുമെന്നുള്ളതാണ് വിചാരിക്കുന്നത്. സ്മൃതി. ശരി, ഹരി മോഹനാണ് വിവരങ്ങൾ നൽകിയത്.